സഞ്ജുവിനെ കളിപ്പിക്കുമോ ക്യാപ്റ്റൻ ചോദിച്ച റിപ്പോർട്ടറോട് നമ്മളെ ക്യാപ്റ്റൻ സൂര്യ പറഞ്ഞത് കിസ്കെ ജഗപ്പേ എന്നേനു. ഏത് തിലകിന് പകരാന്നോ കളിപ്പിക്കണ്ടേ അഭിഷേകിന് പകരാന്നോ കളിപ്പിക്കണ്ടേന്ന് ചോദിച്ചിട്ട് വല്ലാത്തൊരു കൊലച്ചിരിയും. ഇപ്പോൾ ഒരു തീരുമാനമായി. അപ്പോൾ നമുക്ക് നമ്മളെ ഇന്ത്യൻ്റെ ഫസ്റ്റത്തെ സൂപ്പർ 8 മാച്ചിനെ പറ്റി കുറച്ച് വർത്താനം പറയാം. എല്ലാം പ്രെഡിക്റ്റബിളേനു. ഇത്രയും നാൾ നമ്മളെ വരുണിൻ്റെയും കിഷൻ്റെയും എല്ലാം ഇൻഡിവിജ്വൽ പെർഫോമൻസ് വെച്ചിട്ട് ജയിച്ചു പോയ നമ്മൾ നല്ലൊരു ടീം ഓപ്പണൻ്റായിട്ട് വന്നേരം വളരെ നന്നായിട്ട് അന്തസ്സായിട്ട് തന്നെ തോറ്റ്. ടോസ് കിട്ടിയിട്ടില്ലെങ്കിലും നമ്മളെ ബുംറയും അർഷ്ദീപും കൂടി ചേർന്നിട്ട് വളരെ നല്ലൊരു സ്റ്റാർട്ടാണ് നമുക്ക് തന്നെ. ആ ഒരു പോയിന്റിൽ നമ്മളെന്താ പറയുക, ഒരു അമിത ആത്മവിശ്വാസത്തിലേനു ഈ കളി സിമ്പിളായിട്ട് ഇവരെ തോപ്പിക്കാപ്പാന്ന്. എന്നേരാണ് മറ്റേ ചങ്ങായി വരുന്നത്, കില്ലർ മില്ലർ. ആ ചങ്ങായിനെ പറ്റി പറയാനാണെങ്കിൽ ഞാൻ സ്കൂൾ പഠിക്കുന്ന ടൈം തൊട്ട് ഈ പരിപാടി തുടങ്ങിയതാണ്. ഈ മിഡിൽ ഓർഡറിൽ വന്നിട്ട് ദക്ഷിണാഫ്രിക്ക രക്ഷിക്കുക ABD വില്ലിയേഴ്സ് ക്യാപ്റ്റനായാലും ഉണ്ടേനും, ഡുപ്ലസി ക്യാപ്റ്റനായാലും ഉണ്ടേനും, ഡിക്കോക്ക് ക്യാപ്റ്റനായാലും ഉണ്ടേനും, ബാബുമ ക്യാപ്റ്റനായാലും ഉണ്ടേനും, ഇപ്പം ഇതാ മാർക്കറും ക്യാപ്റ്റനായാലും. ഈ ചങ്ങായി അടി തുടങ്ങിയാൽ പിന്നെ അങ്ങനെയാണ്. ഏത് മാച്ചും ഇപ്പുറത്ത് എടുത്തിട്ട് അപ്പുറത്തേക്ക് ഇടും ഇയാൾ. ഹർദിക്കിനും ദുബൈക്കെല്ലാം വയറ് നിറച്ച് കിട്ടി. പിന്നെ നമ്മളെ വരുണിനും എന്നാന്നറിയില്ല, സൗത്ത് ആഫ്രിക്കേൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ട് വരുണിൻ്റെ റെക്കോർഡ് ഭയങ്കര മോശമാണ്. അപ്പോൾ അങ്ങനെ മില്ലറും ബ്രൂവിസും നമ്മളെ സ്റ്റെപ്സും എല്ലാം കൂടി ചേർന്നിട്ട് അവർക്കൊരു 187 റൺസാക്കി, നല്ലൊരു സ്കോർ. പക്ഷെ എന്നാൽ ഇപ്പുറത്ത് കളിക്കുന്ന ഏതാണ്, നമ്മളെ ഇന്ത്യൻ ടീം നമ്പർ 8 വരെ ബാറ്റിങ്ങിൽ സ്ട്രെങ്ത് ഉള്ള അത്രയും ഹാർഡ് ഹിറ്റേഴ്സും ആങ്കേഴ്സും എല്ലാം നിറഞ്ഞൊരു ഇന്ത്യൻ ടീം. നമ്മൾ വിചാരിച്ചെന്നാൽ സിമ്പിളായിട്ട് തന്നെ നമ്മൾ ജയിക്കും. അങ്ങനെ നമ്മളെ ബാറ്റിങ് തുടങ്ങുന്നു. കിഷൻ വന്നു പോയി, തിലക് വന്നു പോയി, അഭിഷേക് പോയി, സുന്ദർ പോയി, സൂര്യക്കടിക്കാൻ പറ്റുന്നില്ല, ഹർദിക്കിന് അടിക്കാൻ പറ്റുന്നില്ല, റിങ്കു പോയി. പിന്നെ കളീൻ്റെ ഇടയ്ക്ക് നമ്മൾ എല്ലാവരും നോക്കുക സ്വാഭാവികമായിട്ടും ദുബൈ എന്തെല്ലോ ശ്രമിക്കുന്നുണ്ട്, അടിക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. എന്നാലും ആ ചങ്ങായി പരമാവധി ശ്രമിച്ച് മാക്സിമം നോക്കി. പക്ഷെ എന്താ പറയുക, മഹാരാജിൻ്റെ ആ ഒരു 3 വിക്കറ്റ് സ്റ്റെപ്സ് എടുത്ത ആ ഓവർ തന്നെ നമ്മൾ കളി തോറ്റ്. അങ്ങനെ അവസാനം മനോഹരമായിട്ട് 76 റൺസിന് നമ്മളെ ആദ്യത്തെ സൂപ്പർ 8 മാച്ച് ഇന്ത്യ തോറ്റത് പോട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പക്ഷേ എന്താ പറയുക, ദൈവത്തിൻ്റെ പോരാളികൾ തോക്കുന്നത് എന്തിനാ, അഹന്ത ഇല്ലാണ്ടാവേ. പക്ഷേ അഹന്തേൻ്റെ ഒപ്പം ഇപ്പോൾ റൺ റേറ്റും ഇല്ലാണ്ടായി. ഇപ്പം എന്തായി, സെമീൻ്റെ ചാൻസും ഇല്ലാണ്ടായി. സെമിയിൽ കയറണ്ടെങ്കിൽ ബാക്കിയുള്ള ടീമിനെ നോക്കി കാൽക്കുലേറ്റർ എടുക്കേണ്ട അവസ്ഥയായി. കാര്യം നമ്മളെ പ്ലേയേഴ്സിനും ക്യാപ്റ്റനും കോച്ചിനും എന്തിനും നമ്മളെ ഫാൻസിന് വരെ ഭയങ്കര ആത്മവിശ്വാസത്തിനും അമിത ആത്മവിശ്വാസം, ഓവർ കോൺഫിഡൻസ്, അഹങ്കാരം തന്നെ പറയാം. അത് ഇല്ലാണ്ടാക്കാൻ ഒരു തോൽവി നല്ലതാണ്. പക്ഷെ ഇവിടെ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ, ഇനിയിപ്പോൾ സൗത്ത് ആഫ്രിക്ക ഉള്ള എല്ലാ കളിയും ജയിക്കണമെന്ന് പ്രാർത്ഥിക്കണം നമ്മൾ. സൗത്ത് ആഫ്രിക്കേനെ അഥവാ വെസ്റ്റ് ഇൻഡീസ് തോൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ അടുത്ത 2 കളിയും ജയിച്ചിട്ടും കാര്യമില്ല. റൺ റേറ്റിൽ സൗത്ത് ആഫ്രിക്കയും വെസ്റ്റ് ഇൻഡീസും കയറും. ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് വെസ്റ്റ് ഇൻഡീസ് അടിച്ച് പൊട്ടിക്കുന്ന ഇവരെ സിംബാബ്വേനെ. അപ്പോൾ സൗത്ത് ആഫ്രിക്ക 3 കളിയും ജയിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്ത് വരുന്ന 2 കളി വെസ്റ്റ് ഇൻഡീസിൻ്റെ സിംബാബ്വേൻ്റെ ഒപ്പം ജയിച്ചാൽ ഓക്കെ, സൂപ്പർ 8 നേരെ സെമിയിൽ കയറാം. പക്ഷേ ഈ സൗത്ത് ആഫ്രിക്കേനെ വെസ്റ്റ് ഇൻഡീസ് തോൽപ്പിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടീം സൗത്ത് ആഫ്രിക്കനെ തോൽപ്പിച്ച് കഴിഞ്ഞാൽ കളി മാറി. പിന്നെ റൺ റേറ്റിലായിരിക്കും കളി. ഇത്രയും മൈനസ് ഉള്ള റൺ റേറ്റ് വെച്ചിട്ടൊന്നും ഇന്ത്യക്ക് കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ കയറണ്ടെങ്കിൽ സൗത്ത് ആഫ്രിക്കനും സിംബാബ്വേനും അത്ര വലിയ റൺ റേറ്റ് തോൽപ്പിക്കണം. ഈ ഒരു കളി വെച്ചിട്ട് ഇവരോട് ജയിക്കുമെന്ന് തന്നെയാണ് എനിക്ക് സംശയമുള്ളത്. ആ സമയത്താണ് നമ്മൾ ഈ വലിയ റൺ റേറ്റിനെ പറ്റിയെല്ലാം സംസാരിക്കുന്നത്. പോസിബിളാണെന്ന് എനിക്ക് തോന്നുന്നില്ല പേഴ്സണലി. പിന്നെന്താണെന്ന് വെച്ചാൽ, ഇന്ത്യനെ പോലത്തെ ഇത്രയും നല്ല ഡെപ്തുള്ളൊരു സ്ക്വാഡ്, ഇത്രയും നല്ല പ്ലേയേഴ്സുള്ളൊരു സ്ക്വാഡ്, ഒരു ടീം ഇങ്ങനെ തട്ടിമുട്ടിയിട്ട് സെമിയിൽ കയറേണ്ട ഒരു ടീമാണെന്നോ എന്ന് ചോദിച്ചാലല്ല. പക്ഷെ എന്താ പറയുക, ഇങ്ങനെ ഒരു ടൂർണമെൻറ്റിൽ ഇന്ത്യ സെമിയിൽ കയറാണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അതിലപ്പുറം എന്നാ നാണക്കേടുള്ളേ. കഴിഞ്ഞതെല്ലാം ഇനിയിപ്പം നമുക്ക് എന്താ പറയുക, നല്ലതെന്ന് തോന്നുന്നത്, അതായത് എനിക്ക് പേഴ്സണലി നമുക്ക് നല്ലതെന്ന് തോന്നുന്നൊരു ലൈനപ്പ് ഞാൻ പറയാം. നിങ്ങളെ അഭിപ്രായം കമൻറ്റിൽ പറയുക കേട്ടിട്ട്. നമ്മളെ അയ്യറും ജയ്സ്വാലും ഒന്നും ഇല്ലാത്ത എന്താ പറയുക, ഇപ്പോൾ ഉള്ള സ്ക്വാഡിനെ വെച്ചിട്ട് മാക്സിമം നല്ലതെന്ന് തോന്നുന്നൊരു ലൈനപ്പാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മളെ സിംബാബ്വേക്കെതിരെ എനിക്ക് ബെറ്ററായിട്ട് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ റിങ്കു സിംഗിന് പകരം സഞ്ജു കളിക്കുക. ഓപ്പണിങ്ങിൽ അഭിഷേക്, ഇഷാൻ കളിക്കുക. 1 ഡൗൺ ആയിട്ട് സഞ്ജു ഇറങ്ങുക. സഞ്ജുവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചങ്ങായിക്ക് ആങ്കർ ചെയ്യാനും പറ്റും, അടിക്കണ്ടെങ്കിൽ അടിക്കാനും പറ്റും. പക്ഷേങ്കിൽ ഈ ചാൻസ് കിട്ടിയാൽ മുതലാക്കേണ്ടത് സഞ്ജുവിൻ്റെ ടീമിലാണേ, അതടക്കട്ടെ. അപ്പോൾ അഭിഷേക്, ഇഷാൻ, സഞ്ജു, തിലക്, സൂര്യക്ക് ആദ്യം ഇറങ്ങുക, തിലക് അത് കഴിഞ്ഞിട്ട് ഇറങ്ങുക.
പിന്നെ ദുബെ, പാണ്ഡ്യ, അക്സർ, കുൽദീപ്, വരുൺ, ബുംറ. സ്പിൻ പിച്ചിലായിരിക്കും കളി. അപ്പോൾ ഒരു എക്സ്ട്രാ സ്പിന്നറെ വെച്ചിട്ട് സിംബാബ്വെനെ ഡോമിനേറ്റ് ചെയ്യണം, നമ്മൾ ചെയ്തേ പറ്റും. ഇനി വെസ്റ്റ് ഇൻഡീസിൻ്റെ ഒരുമിച്ചിട്ടുള്ള മാച്ചിലും നമ്മൾ സെമിയിൽ ക്വാളിഫൈ ചെയ്യുന്നത് നമ്മളെ കൊൽക്കത്തയിലാണെങ്കിലുള്ള മാച്ചിലുള്ള ലൈനപ്പിൽ കഴിഞ്ഞ പറഞ്ഞ അതേ ലൈനപ്പിൽ നമ്മളെ തിലകിന് പകരം സഞ്ജു വരുന്നത്. നേരത്തെ റിങ്കുവിന് പകരം സഞ്ജു വന്ന പോലെ തിലകിന് പകരം സഞ്ജു വരുന്നത്. ഞാൻ ഒന്നും കൂടി പറയാം, ഞാൻ മറ്റേ മലയാളിയാന്ന് സഞ്ജുവിനോടുള്ള എന്താ പറയുക അകമഴിഞ്ഞ സ്നേഹം കൊണ്ടൊന്നല്ല ഇത് പറയുന്നത്. നമ്മളെ ടീമിൻ്റെ ഇതുവരെയുള്ള പെർഫോമൻസും ആ ഒരു ഇതും വെച്ചിട്ട് നമുക്ക് കൂടുതൽ പ്രോപ്പറായിട്ട് വരുമോ ഇങ്ങനൊരു ലൈനപ്പാണ്. അപ്പോൾ ഈ ഒരു ലൈനപ്പ് വെസ്റ്റ് ഇൻഡീസിനെതിരെ വരുമെന്ന് നല്ലതായിട്ട് തോന്നുന്നത് കിഷൻ, അഭിഷേക് ഓപ്പണിങ്, സഞ്ജു വൺ ഡൗൺ, പിന്നെ സൂര്യക്ക് പകരം ദുബയ്ക്കും കളിക്കാം. എന്താ പറയുക, നമ്മളെ ഈ ടോപ്പ് 3 ഒരു 10-12 ഓവർ വരെ നിന്നിട്ടുണ്ടെങ്കിൽ സൂര്യക്ക് പകരം ദുബയ്ക്കോ കളിക്കാം. അപ്പോൾ സൂര്യ, ഹർദിക്, ദുബെ, റിങ്കു, അക്സർ, ബുംറ, അർഷ്ദീപ്, പിന്നെ വരുൺ അല്ലെങ്കിൽ കുൽദീപ് എന്ന് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈഡൻ ഗാർഡനിൽ ചങ്ങായിക്ക് നല്ല റെക്കോർഡുണ്ട്. മാത്രമല്ല ആ ഒരു മാച്ച് ഇന്ത്യൻ സിറ്റിയിൽ വരുണിനെ എല്ലാവരും സ്റ്റഡി ചെയ്ത് നല്ലോണം കളിക്കാൻ നോക്കുമ്പം കുൽദീപ് ഒരു അഡ്വാൻറ്റേജ് ആയിരിക്കും തോന്നുന്നു എനിക്ക്. ഇനിയിപ്പോൾ നമ്മൾ സെമി ഫൈനലിൽ ക്വാളിഫൈ ചെയ്യുന്നത് വാങ്കഡയിൽ കളിക്കാനാണെങ്കിൽ സ്പിന്നേഴ്സിന് എന്താ പറയുക അത്ര നല്ലൊരു അഡ്വാൻറ്റേജ് ഇല്ലാത്തൊരു പിച്ചാണ് വാങ്കഡയിൽ ഇത്രയും നാൾ നമ്മൾ കണ്ടത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വരുണിന് പകരം നമ്മളെ സിറാജ് കളിക്കുക. ഇപ്പം പറഞ്ഞ അതേ ലൈനപ്പിൽ, അതായത് കിഷൻ, അഭിഷേക്, സഞ്ജു, സൂര്യ, ദുബെ, ഹർദിക്, റിങ്കു, അക്സർ, ബുംറ, സിറാജ്, അർഷ്ദീപ്. ഞാൻ ആദ്യം പറയുന്നത് വരുണിനോടുള്ള ഒരു ഹെയ്റ്റും കൊണ്ടല്ല, പക്ഷെങ്കിൽ ഈ പിച്ചിൽ വരുണിനെക്കാട്ടിയും കുറച്ചും കൂടി എഫക്റ്റീവ് ആവുക ഒരു പേസറായിരിക്കും. അതേപോലെ തന്നെ അക്സറിനെ യൂസ് ചെയ്താൽ നമുക്കൊരു ബാറ്റിംഗ് ഓപ്ഷനും കിട്ടും. ഇനി നേരെ മറിച്ച് നമ്മൾ കൊളംബോയിലാണ് നമ്മൾ സെമിയോ അല്ലെങ്കിൽ ഫൈനലോ കളിക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഈ സിറാജിനും അർഷ്ദീപിനും പകരം നമ്മൾ 2 സ്പിന്നേഴ്സിനെ കളിപ്പിക്കണം. അതായത് വരുണിനെയും കുൽദീപിനെയും കളിപ്പിക്കണം. അപ്പോൾ കിഷൻ, അഭിഷേക്, സഞ്ജു, സൂര്യ, ദുബെ, ഹർദിക്, റിങ്കു അല്ലെങ്കിൽ അക്സർ, വാഷിങ്ടണ്, കുൽദീപ്, വരുൺ, ബുംറ. വാഷിങ്ടണിനും അക്സറിനും നമ്മൾ കളിപ്പിക്കുന്നുണ്ടെങ്കിൽ ഒരാൾക്ക് പകരം റിങ്കു കളിക്കുക. 2 ആൾ ഒരുമിച്ച് കളിപ്പിക്കാനാണെങ്കിൽ റിങ്കുവിനെ പുറത്തിരുത്തുക. സംഭവം എന്ന് വെച്ചാൽ സ്പിൻ ഫ്രണ്ട്ലി പിച്ചായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ പിച്ചിൽ സഞ്ജുവിന് നല്ല റോള് ചെയ്യാൻ പറ്റും, നല്ലോണം കളിക്കാൻ പറ്റും. പിന്നെ റിങ്കുവിൻ്റെ ആ ഒരു ആവശ്യം വരാനുള്ള സാഹചര്യം ഉണ്ടാകാൻ ചാൻസ് ഇല്ല. കാരണം അയാളെ ഫിനിഷിങ് എബിലിറ്റിയും ഇത് മാക്സിമം വരുന്നത് ഒരു എന്താ പറയുക പേസ് ഫ്രണ്ട്ലി പിച്ചിലായിരിക്കും അയാൾക്ക് നല്ലോണം കളിക്കാൻ പറ്റുക. അപ്പോൾ അതിന് പകരം ഒരു സ്പിന്നറെ അധികം കളിപ്പിച്ചാൽ നമുക്ക് ബോളിങ്ങിൽ ആ ഒരു അഡ്വാൻറ്റേജ് നല്ലോണം എടുക്കാൻ പറ്റും. പാകിസ്ഥാൻ്റെ ഒരുമിച്ച് എടുത്ത പോലെ. ഇനിയിപ്പം നമ്മൾ ഫൈനൽ അഹമ്മദാബാദിലാണ് കളിക്കാൻ പോകുന്നുണ്ടെങ്കിൽ അവിടുന്ന് ഫൈനലിൽ കളിക്കരുതെന്ന് തന്നെയാണ് എൻ്റെയും ഏറ്റവും വലിയ ആഗ്രഹം. പക്ഷേ എന്താ പറയുക, നമ്മളോട് അങ്ങനെ ദേഷ്യം വെച്ച് ദൈവം നമ്മളെ ഫൈനലിൽ അഹമ്മദാബാദിലാണ് കളിപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ആ ഒരു കളി തോറ്റ സ്ഥിതിയിൽ എനിക്ക് ബെറ്റർ എന്ന് തോന്നുന്ന ലൈനപ്പ് എന്ന് പറയുന്നത് കിഷൻ, അഭിഷേക്, സഞ്ജു, സൂര്യ, ദുബെ, പാണ്ഡ്യ, അക്സർ, ബുംറ, അർഷ്ദീപ്, കുൽദീപ്. ഇതായിരിക്കും എനിക്ക് ബെറ്ററായിട്ട് തോന്നുന്നത്. വരുണിന് പകരം അഹമ്മദാബാദ് പിച്ചിൽ ഞാൻ കുറച്ചും കൂടി പ്രിഫർ ചെയ്യുന്നത് കുൽദീപിനെ തന്നെയായിരിക്കും. പിന്നെ ഇതിന് ഇത്രയും നേരം ഞാൻ പറഞ്ഞ ലൈനപ്സ് എന്ന് വെച്ചാൽ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ നമുക്ക് കുറച്ച് നല്ല റിസൾട്ട് കിട്ടുമെന്ന് തോന്നിയോണ്ടോന്നേ, അല്ലാണ്ട് നമ്മളെ കോച്ചിനെക്കാട്ടിയും ക്യാപ്റ്റനെക്കാട്ടിയും എന്താ പറയുക ഭയങ്കര ടെക്നിക്കൽ നോളജ് ഉള്ളതുകൊണ്ടോ അല്ലെങ്കിൽ അത്ര സ്റ്റഡി ചെയ്തിട്ടൊന്നുമല്ല. എനിക്ക് പേഴ്സണലി തോന്നുന്നൊരു ഇത് പറഞ്ഞതാണ്. പിന്നെ അതേപോലെ തന്നെ വരുണിനോടും തിലകിനോടും ഒരു പേഴ്സണൽ ഇതും അതേപോലെ തന്നെ സഞ്ജുവിനോട് ഒരു എന്താ പറയുക ആ ഒരു പ്രത്യേക സ്നേഹം വെച്ചിട്ടല്ല ഇത് പറയുന്നത്. സഞ്ജുവിന് ഇനിയുള്ള കളിയിൽ നല്ലൊരു റോള് ചെയ്യാൻ പറ്റും. എന്നുവെച്ചാൽ തിലക് ഒന്നാമത് ഫോം ഔട്ടിൻ്റെ ആ ഒരു പാച്ചിലാണ് പോകുന്നത്. സഞ്ജുവിന് പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് സഞ്ജുവിനെ യൂസ് ചെയ്യുന്നത് തന്നെയായിരിക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ അഭിപ്രായം പറയുക ഈ ലൈനപ്പിലെ. അതേപോലെ തന്നെ സൂപ്പർ 8 നമ്മൾ എന്താ പറയുക സൂപ്പർ 8 നമ്മൾ സെമിയിലേക്ക് കയറുമോ അല്ല, ഈ കളിയും വെച്ചിട്ട് നമ്മൾ സെമിയിലെത്താനുള്ള ആ ഒരു യോഗ്യത നമുക്കുണ്ടോ എന്നെല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ നമുക്ക് വേറൊരു എപ്പിസോഡ് കാണാം. ഫോളോ ചെയ്താൽ നന്ദിയുണ്ടേ.